ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇത് ഒരു വൺ ഡേ മൈ യൂണിവേഴ്സിറ്റി ഒരു ചെറിയൊരു വ്ളോഗ് വീഡിയോ. അപ്പോൾ എന്താണ് ഞാനിവിടെ എന്താ ചെയ്യുന്നത് എന്നെക്കൊണ്ട് ചെറിയൊരു ഡീറ്റെയിൽസ് ആൻഡ് ചെറിയൊരു വീഡിയോ, എൻ്റെ കോളേജിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും കേട്ടോ. സോ ഞാനിപ്പോൾ ഇവിടെ കുച്ചിപ്പുടി ചെയ്യാണ്. ബാംഗ്ലൂർ അലയൻസിൽ കുച്ചിപ്പുടി ഡിപ്ലോമയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഭരതനാട്യത്തിൽ BA MA കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഞാനിപ്പോൾ ഒരു കുച്ചിപ്പുടി ഡിപ്ലോമ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ബാംഗ്ലൂർ വന്ന് ട്രിവാൻഡ്രത്തുള്ള ഞാൻ ബാംഗ്ലൂർ വന്ന് ചെയ്യുന്നു, അവിടെ നിന്ന് വലിയ കോഴ്സ് എന്നൊക്കെ ചോദിക്കുന്നവരോട്, നമ്മൾ ഡിപ്ലോമ ആണെങ്കിലും ഇവിടുത്തെ സിലബസ് എന്ന് പറയുമ്പോൾ അത്രയും സിലബസ് നമുക്കൊരു ഡിഗ്രിക്ക് പഠിക്കാൻ അത്രയും സിലബസ് നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കോഴ്സസിലൊക്കെ സിലബസ് ഭയങ്കര കുറവായിരിക്കും. കുറച്ച് അടവുകൾ കുറച്ച് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ഡിപ്ലോമ എന്നുപോലെ. നമ്മൾ ഡിപ്ലോമ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, നമുക്ക് എന്ത് കിട്ടി ഇവിടെ നിന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പിന്നെ എബൌട്ട് സർട്ടിഫിക്കറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എവിടെ ചെയ്താലും നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വേണം നമ്മളൊരു കോഴ്സ് ചെയ്യാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഡാൻസ് സ്കൂൾസും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇങ്ങനെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഇതുണ്ട്. കുറേയൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും അറിയാണ്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറേ നല്ല ക്ലാസ്സസ് ഉണ്ടാവും. ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ പോയി എഴുതുന്ന എക്സാംസ് ഉണ്ടാവും. അവിടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ പോയി എഴുതുന്നുണ്ടാവും. പക്ഷെ അതല്ലാണ്ട് നമ്മൾ എപ്പോഴും ഒരു സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കോളേജിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വേണം ചെയ്യാനായിട്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ടു ഡു ഓഫ്ലൈൻ ക്ലാസ്സസ്. ഓൺലൈനിനെയും കാട്ടിയും ഇപ്പം നമ്മളെപ്പോഴും ഓൺലൈനിൽ ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചു അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തു, അല്ലെങ്കിൽ ഞാനൊക്കെ റെഗുലർ കോഴ്സാണ് ചെയ്തേക്കുന്നത്, ഡിഗ്രി MA ഒക്കെ. അപ്പോൾ നമ്മൾ അത്രയും തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇതിന് പഠിച്ചിട്ട് പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഡിഫറെൻറ്റ് ആർട്ട് ഫോം ആകുമ്പോൾ നമുക്കൊരു ബിക്കോസ് നമുക്ക് കറക്റ്റ് ക്ലാസ് കിട്ടണം. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് തന്നെ പറയും, നമുക്ക് ബുദ്ധിമുട്ടാണ് ഓൺലൈൻ. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഒരാളുടെ അണ്ടറിൽ നല്ലൊരു ഗൈഡൻസിൽ പഠിക്കണം. അല്ലാണ്ട് നമ്മൾ ഓഫ്ലൈൻ കോഴ്സ് ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടാതെയും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ നല്ലൊരു റെഗുലർ ക്ലാസ് കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളെപ്പോഴും ഡാൻസ് പഠിക്കുമ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ് ഞാൻ റെഫർ ചെയ്യുള്ളൂ. ഈവൻ ഡിപ്ലോമ ആണെങ്കിൽ കൂടി. ഇപ്പം ഞങ്ങൾ ഒരു 15 days നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ക്ലാസ്സൊക്കെ നല്ല ടീച്ചേഴ്സാണ് എടുക്കുന്നതും എല്ലാം. അത്രയും ഡാൻസിലൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ഡാൻസേഴ്സാണ്. ഈവൻ ഞാൻ കുച്ചിപ്പുടി ആണെങ്കിൽ കുച്ചിപ്പുടി ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ കുച്ചിപ്പുടിയിൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ ഡയറക്റ്റ് ഒരു ക്ലാസ് കിട്ടുക, നമുക്ക് ഡയറക്റ്റ് പഠിപ്പിക്കും പോലെ ഉണ്ടാവില്ല ഓൺലൈൻ ക്ലാസ്സസിൽ. ഓൺലൈനൊക്കെ നമുക്ക് വെറുതെ കവർ ചെയ്ത് പോകുന്നല്ലാണ്ട് നമുക്കൊരു ക്ലാസ് പ്രോപ്പറായിട്ട് ഓൺലൈനിൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും റെഫർ ചെയ്യുക ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഓഫ്ലൈൻ കോളേജ് വരുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല ഇൻഫർമേഷൻസും പ്രോപ്പർ ക്ലാസ്സസും ഒക്കെ കിട്ടും. ഈവൻ ഡിഗ്രി MA ഒരിക്കലും ഞാൻ ഓൺലൈൻ ക്ലാസ് സജസ്റ്റ് ചെയ്യില്ല. അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. ഡിപ്ലോമ ആണെങ്കിലും നമുക്ക് അത്രയും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺലൈൻ ഒരു റെഗുലർ അല്ലാണ്ടൊരു കോഴ്സ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പഠിക്കുമ്പം അത്രയും മനസ്സിലാവും. നമുക്ക് ഒരു ഡിപ്ലോമ ആയിട്ട് കൂടി നമുക്ക് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ളത്. കാരണം ഇവിടുത്തെ സിലബസ് ഞാൻ പറയില്ല, നമുക്ക് എന്ത് പഠിച്ചു എന്നുള്ളൊരു കാര്യം ഒരുപാടുണ്ട് പഠിക്കാൻ. ഒരുപാട് തിയറീസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അടവുകളൊക്കെ. സാധാരണ ഒരു ഡിപ്ലോമ 6 മാസം 1 വർഷം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്ത് എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് തരും. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, വരണ്ട സർട്ടിഫിക്കറ്റ് തരാം, അല്ലെങ്കിൽ അറ്റൻഡൻസ് തരാം, പഠിക്കണ്ട, വന്നാൽ മതി. വെറുതെ ഒരു പേരിനല്ല. ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒരു പേരിനൊരു സർട്ടിഫിക്കറ്റ് അല്ലല്ലോ. നമുക്കത് പഠിക്കണം, നമുക്ക് അറിവ് കിട്ടണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ തിരക്കിൻ്റെ ഇടയിലും ഇത്രയും നമ്മൾ ഇത്രയും ലോങ് ആയിട്ട് നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റി കണ്ടറിൽ നല്ല ടീച്ചേഴ്സിൻ്റെ കണ്ടറിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും പറഞ്ഞ കുറച്ച് ഇൻഫർമേഷൻ പലർക്കും പല ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ ഓൺലൈൻ കോഴ്സസ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. സോ ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രൻസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ കുറേ ഇത് കണ്ടത് എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ ഡാൻസ് സ്കൂൾസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പേരിന് മുമ്പിൽ ഡിപ്ലോമ എന്നൊരു പേര് വരാൻ വേണ്ടിയിട്ട്, പക്ഷെ അവർക്ക് യൂണിവേഴ്സിറ്റി അറിയില്ല, എവിടെയാണ് അവർ കോളേജിൽ നല്ല പോയി പഠിക്കുന്നതും എഴുതുന്നതും ഒക്കെ, വെറുതെ ഡാൻസ് സ്കൂൾസിൻ്റെ അണ്ടറിൽ വന്നിട്ടാണ് അവരിങ്ങനെ ഏതോ എക്സാം, ചിലത് എക്സാംസ് പോലും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല, വെറുതെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് പണ്ട് 6 മാസത്തല്ല ഒരു വർഷത്തെ കോഴ്സിൽ ഒരു സിലബസ് ഉണ്ടാവില്ല, കുറച്ച് അടവ് മാത്രം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഡിപ്ലോമ എന്ന് പറയുമ്പം അതിലെന്തൊക്കെ പഠിച്ചെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ പുറമേ പേര് വയ്ക്കും ഡിപ്ലോമ ഡിഗ്രി, അങ്ങനെ പേര് വയ്ക്കാനും സർട്ടിഫിക്കറ്റ് വെക്കാനും വേണ്ടി ആവരുത് ആരും ഇത് കോഴ്സ് എടുക്കുക. ഇപ്പോൾ ഞാൻ തന്നെ ചെറുപ്പത്തിൽ കുച്ചിപ്പുടി പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു ഭരതനാട്യം പ്രാക്ടീഷണറാണ്. പക്ഷേ കുച്ചിപ്പുടിയുടെ ഒരു ബേസ് സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമുക്കൊരു സ്ട്രക്ചർ കിട്ടണം, ഒരു ബേസ് കിട്ടണം. പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും, ഇവിടെ കൂടുതലും പ്രൊഫഷണൽസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് വന്നിട്ട് അവർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ക്ലാസ്സിന് വേണ്ടത്. നമുക്കൊരു ബേസ് ബിഗിനേഴ്സിന് ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. കാരണം കുറേ പേര് ഇപ്പോൾ വന്ന കുറേ ആൾക്കാരോട് സംസാരിച്ചു, ബിഗിനേഴ്സാണ് അവർ ഫസ്റ്റ് ടൈം ഡിപ്ലോമ ഇപ്പോൾ ബേസ് തൊട്ടുള്ള പഠിപ്പിക്കുക, ഫസ്റ്റ് ടൈം വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനത്തെ കോഴ്സ്, കുറച്ച് പഠിച്ചിട്ട് വരണമായിരിക്കും ബെറ്റർ. സോ വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ളൊരു കഫറ്റേരിയ. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളിവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിക്കുക, റെക്കോർഡ് ബുക്ക്, അതുപോലെ നമുക്ക് ബേക്കറി ഐറ്റംസ് എല്ലാം അത്യാവശ്യം എല്ലാം ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് ക്യാമ്പസ് ഓൾമോസ്റ്റ് ഒരു 60 ഏക്കർ 60 ഏക്കറിന് എത്ര ഉണ്ട്. അത്യാവശ്യം വലിയ ക്യാമ്പസൊക്കെയാണ് കേട്ടോ. എല്ലാം സൗകര്യമുണ്ട്. ഇതൊരു ചെറിയ കഫേ, പിന്നെ ഇതാണ് ഹോസ്റ്റൽ. ഞങ്ങൾ ലാസ്റ്റ് 2 ടൈംസ് HR2 കുറച്ച് വലിയ റൂമും അറ്റാച്ച്ഡ് ആയിരുന്നു, കോമൺ ടോയ്ലറ്റൊക്കെ ആയിരുന്നു, പക്ഷേ അത്യാവശ്യം വലിയ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ പക്ഷേ അറ്റാച്ച്ഡ് ആണ്, ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ, അറ്റാച്ച് ബാത്റൂമൊക്കെ ഉള്ളൊരു റൂമായിരുന്നു. ഇതാണ് നമ്മുടെ മെസ്സ്. നമ്മൾ മെസ്സിന് ഫുഡ് കഴിക്കാറില്ല, നമ്മൾ അരോമയിലോട്ട് പോവാണ്. ഇതൊരു സ്റ്റോറാണ്. ഇതിൻ്റെ മേളിലാണ് അരോമ. ഇത് താഴെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്ലാസ്. ദേ അവിടെ ജിമ്മ്. അരോമയുടെ ഉൾഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേവറേറ്റായ അരോമ. നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്നത് ഈ ഫുഡ് കഴിക്കണം, നമ്മൾ വരുമ്പോൾ പ്ലാൻ ചെയ്യും ഇന്ന് നമ്മൾ അവിടെ നിന്ന് കഴിക്കാം. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഫുഡുകളും നമ്മളവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും, ഇത് എന്തെങ്കിലും പുതിയതായിട്ട് വന്നോന്നൊക്കെ നോക്കും. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. എല്ലാം ഉണ്ട് കേട്ടോ, ഈവൻ ഷവർമ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, പാസ്ത, ബർഗർ, പിസ്സ, എല്ലാ ഐറ്റംസും ഉണ്ട്. എക്സാം മോഡാണ് അത്. എല്ലാം പഠിച്ച് തെറ്റിക്കുന്നത് ഞങ്ങൾ എല്ലാം പഠിച്ചിട്ട് മറന്നു. എല്ലാം പഠിച്ച് ഞങ്ങൾ തെറ്റിച്ചങ്ങ് ശരിയാക്കപ്പെട്ട തക്കിട്ടപ്പോൾ ഇപ്പം ശരിയാക്കി തരാം. എന്തിനാ ഇങ്ങനെയൊക്കെയല്ലേ ഒരു കുന്തമില്ല. അവനുണ്ടായിരുന്നു താളത്തിലല്ല വന്നതേ. ഇത് പോവും, അത് പറയേണ്ടതൊക്കെ. ബദിരൊരു മൂകനുമാണ് മാം. അയ്യോ മാം, ഞങ്ങൾക്ക് കേൾക്കാനല്ലേ അറിയുള്ളൂ. പഠിക്കാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ പറയുന്നത്. തരികിടിയല്ല, നമ്മള് മര്യാദക്ക് എക്സാം അറ്റൻഡ് ചെയ്യാണ്ട് മുങ്ങി നടന്നിട്ട് റീ എക്സാം എഴുതുക. പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചോ ഇല്ല. അല്ല
അങ്ങനെ നമുക്ക് എക്സാം ഡേ ആയിരുന്നു. നമുക്കിത് എക്സാം ഡേ ആയിരുന്നു. സോ തിയറി എക്സാം പ്രാക്ടിക്കൽ എക്സാം സെയിം ഡേ ആയിരുന്നു. തിയറി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എഴുതിയല്ല. നമ്മൾ അത്യാവശ്യം നമുക്ക് നല്ല സിലബസ് ഉണ്ട് പഠിക്കാനായിട്ട്. ആൻഡ് മാർക്സും അങ്ങനെ ആർക്കും തരില്ല, നമ്മൾ നല്ലോണം പഠിച്ചാണ് എഴുതാൻ. സോ കുഴപ്പമില്ല. അത്യാവശ്യം എക്സ്പോണൻസ്, ട്രിനിറ്റീസ്, ബുക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ടോപ്പിക്സ്. നമ്മൾ പഠിച്ചു, എഴുതി, ജയിക്കും എന്ന് വിശ്വാസം. സോ നമ്മൾ നെക്സ്റ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് പോവാണ്. സോ ഇത് പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് നമ്മൾ റിട്ടേണും തിരിച്ചു പോകും ഞാൻ ട്രിവാൻഡ്രം. അപ്പോൾ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ സക്സസ്ഫുള്ളി ഞാനിവിടെ MA ചേർന്നു. ചില ആൾക്കാർ ഇവിടെ ഡിപ്ലോമ സെക്കൻഡ് സെമസ്റ്റർ സോറി തീർക്കുന്നേ. ചില സാങ്കേതിക തകരാറുകൾ കാരണം കഴിഞ്ഞ സെം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ഈ സെം അറ്റൻഡ് ചെയ്തു, ജയിച്ചോ ആയിരിക്കും എന്ന് വിശ്വസിക്കും. രചന ചേച്ചിയായിരുന്നു എക്സാം. തോറ്റാ ഒളിക്ക്. ഇതാണ് എൻ്റെ മിസ്. രണ്ട് വാക്ക് എന്നെ പറ്റി ഉണ്ടാക്കി തരണം. സോ കുറേ ഉണ്ട്. ഞാൻ തിരിച്ച് ഇന്നലെ ട്രിവാൻഡ്രം. ബൈ.